ഇത് നിഫ്റ്റിയുടെ ചെറിയ അനാലിസിസ് ആണ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തായിരുന്നു 1 2 3 4 and 5 ഓൺഗോയിങ് ആണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഞാനിപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് ആവശ്യം വരുന്നത് ഇനി ലാസ്റ്റ് ഒരു ലെഗ് ആണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രം ഈ ലെഗ് ടു ഇത്ര വരെ. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഈ 3 റെസിസ്റ്റൻസ് ആണ്. 127%, 141 and 168. ഈ 3 റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തോളൂ. ഇതിൻ്റെ അബവ് മാർക്കറ്റ് പോകാൻ ഈസി അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഈ 3 റെസിസ്റ്റൻസിൻ്റെ അബവ് മാർക്കറ്റ് പോകാൻ ഈസി അല്ല. എവിടെ റിജക്ഷൻ എടുക്കുന്നത് നമുക്ക് അറിയത്തില്ല. നാളെ ഇനി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അതനുസരിച്ച് റിജക്ഷൻ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ 3 റെസിസ്റ്റൻസ് മേജർ ആണ് ആൻഡ് ഇൻറ്റേർണൽ മൂവ്സ്. ഇനി ഈ സിംഗിൾ ലെഗിൻ്റെ മൂവ്സ് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് 1 2 3 4 and 5. ഓക്കെ, 5 മൂവ്സ് ആണ്. ഓക്കെ, ഏതാണ് ഇവിടുന്ന് 1 2 3 4 5 മൂവ്സ് ആണ്. ഈ മൂവ് ഈ ലെഗ് കണ്ടോ, ഇത് എക്സ്റ്റൻഷൻ ആയിരുന്നു. സോ മോസ്റ്റ്ലി ചാൻസസ് ഇതും എക്സ്റ്റൻഷനിൽ ഫുൾ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ, എക്സ്റ്റൻഷനിലാണ്. ഓക്കെ, ആൻഡ് പിന്നെ ഈ സിംഗിൾ ലെഗ്, ഈ സിംഗിൾ ലെഗിന് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് 5th. ഓക്കെ, അത് ഓൺഗോയിങ് ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് കൂടി വരുന്നത് ഇവിടെ 261.80% ഇവിടെ. സോ നല്ല ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയില്ലേ, നമ്മൾ ക്ലസ്റ്റർ തന്നെയാണ്. എന്നുവെച്ചാൽ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ റെസിസ്റ്റൻസ് ഈ സ്മോൾ ലാസ്റ്റ് ലെഗിൻ്റെ 5th അത് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഈ ട്രെൻഡ് ലൈനിൻ്റെ റെസിസ്റ്റൻസ് കൂടിയാണ്. സോ നല്ലപോലെ റെസിസ്റ്റൻസ് ഇവിടെ ഫേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവരും കൂടി ആ ഏരിയയിൽ വന്ന് ഒന്ന് പോസ് എടുക്കുക. ഇതുവരെ റിജക്ഷൻ കാണുന്നില്ല. ഇപ്പോൾ ഇതുവരെ റിജക്ഷൻ ഇല്ല. മുകളിലേക്ക് ഇനി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നാളെ കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഇത് ഫുൾ റെസിസ്റ്റൻസ് സോണാണ്. കട്ട ഒരു ക്ലസ്റ്റർ ഏരിയ ആണ്. സോ അവിടെ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങോട്ട് ട്രേഡ് ചെയ്യാൻ. ഫുൾ വീഡിയോ എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ, ഫുൾ വീഡിയോ നമുക്ക് ഈ വീക്കെൻഡിൽ ഞാൻ എക്സ്പ്ലനേഷൻ ഫുൾ നന്നായിട്ട് തരാം. ഓക്കെ, കുറച്ച് ഞാൻ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റില്ല. ബട്ട് യെസ്, എല്ലാവരും കൂടി നോക്കി ട്രേഡ് ചെയ്താൽ മതി ഈ ഒരു സിംഗിൾ ലെഗിൻ്റെ. ഓക്കെ, ഇൻട്രാഡേ പർപ്പസിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രാഡേ പർപ്പസിൽ 15 minutes ടൈം ഫ്രെയിമിൽ ഓൺഗോയിങ് ആണ് 5th. സോ ഇത് 1 2 ഇത് 3rd ആയി എനിക്ക് തോന്നുന്നു. 3rd and 4th and 5th അങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. എനിവേ നോക്കാം. നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ അവിടെ ചെറിയ റീട്രേസ്മെൻറ്റ് ദെൻ സ്കാം. ഓക്കെ, സോ എല്ലാവരും സീനിയർ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം.